കടന്നലിന്റെ കുത്തുണ്ടായിരിക്കണ് നക്കാനൊന്നും കിട്ടിയില്ലെന്ന്. പൊരയിലെ പണി മുഴുവനെടുത്ത് എനിക്ക് നീറ്റ് നടക്കാൻ വയ്യാണ്ടായി. അവിടുത്തെ കട്ടില് പോയി കടന്നോ. ഞാനിവിടെ കിടന്നാലേ നിങ്ങക്ക് നേരത്തിന് വെള്ളം ചൂടാക്കി തരാൻ ആരാ? വെള്ളം ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിക്കോളാം. നിങ്ങക്ക് കുളിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, 4 നേരം ഉരുട്ടി മിണുങ്ങാനുള്ള കാര്യ. വെള്ളം ഉരുട്ടി മിണുങ്ങണത് നിങ്ങളോട് വർത്താനം പറയാനേ എനിക്കാവൂല. ഇന്ന് മുതൽ ഈ പൊരയിലെ പണി ഒറ്റയ്ക്ക് എടുക്കാൻ ഇന്നെ കൊണ്ടാവൂലാന്ന്. എന്നാലേ പൊരയത്തെ പണിയെടുക്കാനാണെങ്കിൽ എന്റെ ബെല്യാപ്പ ചാലവർത്ത കുട്ടിരായനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഞാനൊരു കാര്യം പറഞ്ഞാലേ നിങ്ങൾ കേക്കൂ? കേൾക്കാതിരിക്കാൻ ചെവി പൊട്ടിട്ടൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറയാ, വീട്ടിലേക്ക് ഒരാളെ കൂടി കിട്ടിയ എന്റെ എല്ലാ സൂക്കേടും മാറും. പിള്ളേർക്കെന്നെ തിന്നാൻ കൊടുക്കാൻ കഴിയില്ല, എന്നടല്ല വേറൊരാളും കൂടി. നിങ്ങൾ ചൂടാവുന്ന കരുതിയിട്ടാ ഞാൻ കാര്യം പറയാത്തത്. ഈ കാര്യം എന്താ വെച്ചാ പറയും. എനിക്ക് മണിമണ്ടന്റെ മാതിരി എന്റെ ചുറ്റും അങ്ങനെ മൂളി നടക്കാൻ കഴിയൂല. ഒരു പെണ്ണ് കെട്ടുന്ന കാര്യ, ഒരു പെണ്ണും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരാശ്വാസാ. നിങ്ങൾ എന്തേലും ഒന്ന് പറയും. പെണ്ണ് കെട്ടണേന് എനിക്ക് തർക്കടൊന്നുമില്ല. പക്ഷെ അവസാനം പെണ്ണുങ്ങൾ പോര് കാണിച്ചെന്ന് പറഞ്ഞ് എന്റെ മനസമാധാനം കഴിഞ്ഞാല് 2 എണ്ണത്തിന് ഞാൻ കൊല്ലും. ഒരു പോരും ഉണ്ടാവൂല. എന്റെ മരുവളെ ഞാൻ പൊന്നു പോലെ നോക്കും. മാപ്പന്റെ 2ാം പെണ്ണിനെ മരുവോള് നല്ല വിളിക്കല്. മാപ്പിളന്റെ 2ാം പെണ്ണോ? അതല്ല ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഞാനൊരു പെണ്ണും കൂടി കെട്ടണമെന്ന്. അയ്യടാ, വയസ്സ് കുറച്ച് തന്നിട്ട് ഒരു പൂതി. ഞാൻ ഷുക്കൂറിന്റെ കല്യാണക്കാരിയാ പറഞ്ഞത്. ഇപ്പൊ കൊള്ളുന്നോട് ഷുക്കൂറിന്റെ കല്യാണക്കാരി ഇനി വരുന്ന മുണ്ടിയാല് അന്റെ പല്ലിന് മാത്രല്ല 4 നടക്കി ഞാൻ കമ്പിയിടും. പിന്നെ എനിക്ക് അടുത്ത കാലത്തൊന്നും ഇന്നങ്ങനെ ആരും പൂതിപ്പിച്ചില്ലോ. ഉമ്മ ബാപ്പയോട് പറഞ്ഞ് എന്റെ കല്യാണക്കാരം ഓക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഇതെങ്ങനെ സാധിച്ചെടുത്തു? ഇനി ഈ പോരേന്ന് കല്യാണം മുണ്ടി പോരുത്.